ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ മെയിൻ കോണ്ടന്റ് എന്ന് പറയുന്നത് ഹൗ ടു അവോയ്ഡ് ഡിസ്ട്രാക്ഷൻസ് വൈൽ സ്റ്റഡിയിങ്. അപ്പം ഞാൻ ഇതിനെ പറ്റിയിട്ടൊരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. മെജോറിറ്റി ആൾക്കാർക്കും അങ്ങനൊരു വീഡിയോ വേണമെന്നായിരുന്നു വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ ഇതിൽ പറയുന്നതെല്ലാം കറക്റ്റ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളല്ല, ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളുമുണ്ട്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയേക്കാവുന്ന കുറച്ച് പോയിന്റ്സ് ഞാനിതിൽ പറയുന്നുണ്ട്. പിന്നെ നമുക്കൊരു പരിധി വരെ നമ്മുടെ ഡിസ്ട്രാക്ഷൻസ് കൺട്രോൾ ചെയ്ത് വെക്കാൻ പറ്റും നിങ്ങളിത് ട്രൈ ചെയ്താൽ. അപ്പോൾ എന്തായാലും വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഡിസ്ട്രാക്ഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് കറക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യുക. അത് ഐഡൻറ്റിഫൈ ചെയ്ത് അതൊരു ലിസ്റ്റാക്കി എഴുതി മാറ്റി വയ്ക്കുക. ഏത് ടൈപ്പ് ഓഫ് ഡിസ്ട്രാക്ഷൻസ് ആണ് നിങ്ങൾക്ക് ഡെയിലി ഉണ്ടാവുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് കറക്റ്റ് ഐഡിയ വേണം. അപ്പോൾ അത് ആദ്യം ചെയ്ത് വയ്ക്കുക. നെക്സ്റ്റ് സെക്കൻഡ് പോയിന്റ് ആണ്, നിങ്ങൾ ഈ എഴുതി വെച്ചിട്ടുള്ള ലിസ്റ്റിൽ ഡെയിലി നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടൊക്കെ എത്ര സമയമാണ് ചിലവാകുന്നുള്ളത് കറക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യുക. നെക്സ്റ്റ് ഈ 2 പോയിൻറ്റ്സിൻ്റെ സൊല്യൂഷൻ ആയിട്ടുള്ളത്, നിങ്ങളിപ്പോൾ ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ, നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട്, എത്ര സമയമാണ് നിങ്ങൾ ഡിസ്ട്രാക്ഷൻസിന് വേണ്ടിയിട്ട് കൊണ്ട് കളയുന്നതെന്നുള്ളത് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്, ഏതൊക്കെ കാര്യങ്ങളാണ് നിങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യിപ്പിക്കുന്നതെന്നുള്ള ഐഡിയ ഉണ്ട്. അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറച്ച് കൊണ്ടുവരിക. ഇപ്പം 30 മിനിറ്റ്സ് ഒരു ദിവസം സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് അതൊരു 5 മിനിറ്റ്സ് കുറച്ച് കൊണ്ടുവരിക. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും അതെങ്ങനെയൊക്കെയാണ് കാൽക്കുലേറ്റ് ചെയ്ത് കുറച്ച് കൊണ്ടുവന്ന് അതിൻ്റെ യൂസേജ് മൊത്തത്തിൽ കുറയ്ക്കാമെന്നുള്ളത്. അപ്പോൾ അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. ഇനി തേർഡ് പോയിന്റ് എന്ന് പറയുന്നത്, നമുക്ക് മെയിനായിട്ട് ഉണ്ടാകുന്ന ഒരു ഡിസ്ട്രാക്ഷനാണ് നമ്മുടെ ഫോൺ കൊണ്ടുണ്ടാകുന്ന ഡിസ്ട്രാക്ഷൻ. അപ്പോൾ അതൊരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കുറച്ച് സൊല്യൂഷൻസ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഫോണിലെ നോട്ടിഫിക്കേഷൻസ് ഫുൾ ഓഫ് ചെയ്തിടുക. അത് ഒന്നാമത്തെ ഒരു പോയിൻ്റാണ്. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്, ഫോക്കസ് ടു ആപ്പ് യൂസ് ചെയ്ത് പഠിക്കുന്നവരാണെങ്കിൽ നമ്മൾ പഠിക്കുന്ന ടൈം നമുക്ക് ഫോൺ ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് ചെയ്യാം. പിന്നെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ടൈം ലിമിറ്റ് ഇട്ട് യൂസ് ചെയ്യുക. ഓരോ ആപ്പും നിങ്ങൾക്കൊരു ഫിക്സഡ് ടൈം വയ്ക്കുക. ഒരു 25 മിനിറ്റ്സ് യൂസ് ചെയ്യുക എന്നുള്ളൊരു ടൈം ലിമിറ്റ് സെറ്റ് ചെയ്യുക. ആ ടൈം ലിമിറ്റിൽ ആ ആപ്പ് ഓട്ടോമാറ്റിക്കലി ലോക്ക് ആവുന്ന രീതിയിൽ നിങ്ങൾ ടൈം ലിമിറ്റ് സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഓരോ ആപ്പ് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് പലർക്കും ഉണ്ടാകുന്നൊരു കാര്യമാണ് പഠിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഫോൺ യൂസ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി. അപ്പോൾ അതെങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാമെന്ന് വെച്ചാൽ, നമ്മൾ പഠിക്കുന്ന റൂമിലല്ലാണ്ട് വേറൊരു റൂമിലേക്ക് ഫോണിനെ മാറ്റി വയ്ക്കുക. അല്ലെങ്കിൽ നമുക്ക് ഫോൺ എടുക്കാൻ തോന്നുന്ന ആ ഒരു ടൈം പോയി എടുക്കാനുള്ളൊരു കംഫോർട്ടബിൾ ഉണ്ടല്ലോ, ആ ഒരു സംഭവം നമുക്ക് ഫീൽ ചെയ്യണം. ലൈക്ക് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫോൺ വേറൊരു സ്ഥലത്താണെങ്കിൽ അത് നടന്നു പോയി നമ്മൾ എടുക്കണമല്ലോ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇനി വീണ്ടും വന്നിരുന്നാലും നമുക്ക് പഠിച്ചതൊക്കെ തലേന്ന് പോകുന്നുള്ളൊരു ആ ഒരു മെൻറ്റാലിറ്റിയിലാണെങ്കിൽ നമുക്ക് പിന്നെ ഫോൺ എടുക്കാൻ തോന്നത്തില്ല. അപ്പം വേറൊരു റൂമിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ട്രൈ ചെയ്താൽ ഒരു പരിധി വരെ നിങ്ങൾക്ക് ഫോൺ കൊണ്ടുള്ള ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കാൻ കഴിയും. നെക്സ്റ്റ് ഫോർത്ത് പോയിൻ്റാണ്, നമുക്ക് ഈ പഠിക്കുന്നതിൻ്റെ ഇടയ്ക്ക് വരുന്ന ഒരുപാട് തോട്ട്സ് ഉണ്ടാവും. പോസിറ്റീവ് തോട്ട്സ് ആവട്ടെ നെഗറ്റീവ് തോട്ട്സ് ആവട്ടെ, അത് നമ്മൾ നല്ല രീതിക്ക് ഡിസ്ട്രാക്ട് ചെയ്യും. ലൈക്ക് നമ്മൾ ലെക്ചർ കാണുന്ന ടൈമായിരിക്കും നമുക്കിങ്ങനെ ഓരോ തോട്ട്സ് വരുന്നത്. അപ്പോൾ അത് നമ്മൾ എങ്ങനെ കൺട്രോൾ ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സൈഡിലൊരു പേപ്പറോ അല്ലെങ്കിൽ ഒരു നോട്ട്ബുക്കോ വയ്ക്കുക, അതിൽ നമ്മുടെ തോട്ട്സ് മാത്രം എഴുതുക. നമുക്ക് ഈ പഠിക്കുന്ന ടൈമിൽ വരുന്ന തോട്ട്സ് എന്തൊക്കെയാണ് അത് ആ ടൈം തന്നെ അതിലോട്ട് എഴുതി മാറ്റുക. അപ്പോൾ അത് നമുക്കത് നല്ല എഫക്റ്റീവ് ആയിരിക്കും. ഞാനത് ട്രൈ ചെയ്തിട്ടുണ്ട്, ഞാൻ സ്റ്റിൽ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ എഫക്റ്റീവ് ആവുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരാളെടുത്ത് പറയുന്നത് പോലെയാണ്. അതിപ്പോൾ എന്ത് ചിന്തയായാലും അത് കുറയ്ക്കാനായിട്ട് നമുക്കത് എഴുതി വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ കഴിഞ്ഞതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നെക്സ്റ്റ് ഫിഫ്ത്ത് പോയിൻ്റാണ്, നിങ്ങൾ ഡെയിലി എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നുള്ളത് കറക്റ്റ് ഒരു ടാർഗറ്റായിട്ട് സെറ്റ് ചെയ്ത് വയ്ക്കുക. ഏതൊക്കെ സബ്ജക്റ്റ് ഏതൊക്കെ ടോപ്പിക്ക് പഠിക്കണം എന്നുള്ളത് അങ്ങനൊരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ എത്ര സമയം ഓരോ സബ്ജക്റ്റിനും ഓരോ ടോപ്പിക്കിനും കൊടുക്കണം എന്നുള്ളതും ഒരു ഐഡിയ ഉണ്ടാക്കിയിട്ട് ഓരോ ദിവസവും പഠിക്കാനിരിക്കുക. അങ്ങനെ ഡെയിലി നിങ്ങൾക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്നുള്ളതൊരു കറക്റ്റ് ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ട് നിങ്ങൾ പോമഡോറോ മെത്തേഡ് യൂസ് ചെയ്ത് പഠിക്കുക. 25 മിനിറ്റ്സ് പഠിക്കുക, 5 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കുക. അങ്ങനെ ഒരു 3 പോമഡോറോ കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ്സ് നമുക്ക് ലോങ് ബ്രേക്ക് എടുക്കാവുന്നതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഇടയ്ക്ക് വരുന്ന ഡിസ്ട്രാക്ഷൻസൊക്കെ ആ ബ്രേക്കിലൂടെ അങ്ങ് ഒഴിവാക്കാനും പറ്റും. നമ്മുടെ മൈൻഡ് നല്ല റിലാക്സ് ആയിട്ടായിരിക്കും പഠിക്കുന്നത്. നമുക്ക് ഈ ബേൺ ഔട്ട് നല്ല രീതിയിൽ കുറയ്ക്കാനും കഴിയും. നെക്സ്റ്റ് 6th പോയിൻ്റാണ്, നിങ്ങൾക്ക് തന്നെ റിവാർഡ് കൊടുത്ത് പഠിക്കുക. നിങ്ങൾ ഓരോ ടോപ്പിക്ക് കഴിയുമ്പോഴും അല്ലെങ്കിൽ ഓരോ സബ്ജക്റ്റ് കഴിയുമ്പോഴും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക. അപ്പം നമുക്ക് പഠിക്കാനുള്ളൊരു ഇൻട്രസ്റ്റും കൂടും. 7th പോയിൻ്റാണ്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഓരോ ആഴ്ചയും കുറച്ച് സമയം മാറ്റി വയ്ക്കുക. അതൊരു ഫുൾ ഡേ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ഹാഫ് ഡേ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക. എക്സാമ്പിൾ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് പോകാനോ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാനോ ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാനോ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ സംസാരിച്ചിരിക്കാനോ, അങ്ങനെ ഒരാഴ്ചയിൽ ഒരു പകുതി സമയം, ഒരു ദിവസത്തിൻ്റെ പകുതി സമയം നിങ്ങൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാം. ആ ടൈം നിങ്ങൾ വേറെ സ്റ്റഡീസിനെ പറ്റി ഒന്നും ചിന്തിക്കരുത്. നിങ്ങൾക്ക് നിങ്ങൾ മാത്രമായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ആ ഒരു കാര്യം എൻജോയ് ചെയ്യുക.
അപ്പോൾ അത് ചെയ്ത് നോക്കുക. അത് ചെയ്ത് നോക്കുന്നതിലൂടെ നമുക്ക് നമ്മുടെ മൈൻഡ് നല്ലപോലെ റിലാക്സ് ആയിട്ട് ഇരുന്ന് പഠിക്കാൻ കഴിയും. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ സ്റ്റഡീസിലോട്ട് വരുമ്പോൾ നമുക്ക് സ്ട്രെസ് ഫ്രീ ആയിട്ടിരുന്ന് പഠിക്കാൻ കഴിയും. ഈ പറഞ്ഞ 7th പോയിന്റ് നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് 8th പോയിൻ്റാണ്. ഈ ഒരു പോയിന്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേർത്താണോ എന്നുള്ളത് നിങ്ങളോട് തന്നെ നിങ്ങൾ ചോദിക്കുക. ഇത് ചെയ്യുന്നത് കൊണ്ട് എന്ത് പർപ്പസാണ് ഉള്ളതെന്നുള്ളത് ചോദിക്കുക. പിന്നെ ഓരോന്നിൻ്റെയും കറക്റ്റ് ആൻസർ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ കിട്ടണം. ജെനുവൻ ആയിട്ടുള്ള ആൻസർ നിങ്ങൾക്ക് കിട്ടണം. അല്ലെങ്കിൽ വേറൊരാളുടെ ഇഷ്ടത്തിനാണോ നമ്മൾ ഈ ഫീൽഡിലേക്ക് ഇറങ്ങി എന്നുള്ളത് മനസ്സിലാക്കുക. അങ്ങനെയൊക്കെ കറക്റ്റ് ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിച്ചിട്ട് എന്തുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് വന്നത് എന്നുള്ളൊരു ബോധ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്തിട്ടും വലിയ കാര്യം ഉണ്ടാവുള്ളൂ. നെക്സ്റ്റ് 9th പോയിൻ്റാണ്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഒറ്റ ദിവസം കൊണ്ട് ട്രൈ ചെയ്തെന്ന് പറഞ്ഞാൽ നമുക്ക് റിസൾട്ട് ഒന്നും കിട്ടത്തില്ല. നമ്മൾ ഡെയിലി ഇത് ട്രൈ ചെയ്യാം. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കുക. ഡിസ്ട്രാക്ഷൻസിനൊക്കെ മാക്സിമം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാവുന്നതേ ഉള്ളൂ. നമ്മുടെ ആവശ്യമാണ് നീറ്റ് ക്രാക്ക് എന്നുള്ളത്. അപ്പോൾ നമുക്ക് കൺട്രോൾ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം ഇത്രയും നിങ്ങൾ ഓരോ ദിവസം കൺസിസ്റ്റൻ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ റിസൾട്ട് എന്തായാലും കിട്ടും. ഫൈനലി ലാസ്റ്റ് പോയിൻ്റാണ് 10th പോയിൻ്റ്. ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും പറ്റുന്നില്ല, ഒന്നും ട്രൈ ചെയ്തിട്ട് നടക്കുന്നില്ല, അങ്ങനെയുള്ളവരാണെങ്കിൽ ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങി നടക്കുക. ഡെയിലി നടക്കുക. നിങ്ങൾക്ക് ഫോണൊക്കെ എടുക്കാൻ തോന്നുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസ്ട്രാക്ഷൻസ് നമുക്ക് ഉണ്ടാവുന്നെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി നടക്കുക. അല്ലെങ്കിൽ വീട്ടിൻ്റെ അകത്ത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. നിങ്ങൾക്ക് ഹാപ്പിനെസ് കിട്ടുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ സംസാരിക്കാം. ഒരു ബ്രേക്ക് എടുക്കാൻ തോന്നുന്നെങ്കിൽ ഒരു ബ്രേക്ക് എടുത്തതിന് ശേഷം റിലാക്സ് ആയിട്ട് പഠിത്തത്തിലേക്ക് തിരിച്ചു വരാം. നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രമേ ഈ ഒരു പോയിന്റ് ട്രൈ ചെയ്യാവൂ. ബിക്കോസ് നമ്മൾ ഈ ഒരു ബ്രേക്ക് എടുക്കുമ്പോൾ ചിലവർ തിരിച്ച് പഠിത്തത്തിലേക്ക് വരാൻ നല്ല ലേറ്റ് ആവും. അപ്പോൾ നിങ്ങൾക്ക് ഇതൊന്നും ട്രൈ ചെയ്തിട്ടും പറ്റുന്നില്ല എന്നുള്ളവരാണെങ്കിൽ മാത്രമേ ഈ ഒരു പോയിന്റ് ചെയ്യാം. പിന്നെ നിങ്ങൾ ചിന്തിക്കുക, ഡിസ്ട്രാക്ഷൻസിൻ്റെ പുറകെ പോയി എന്താണ് സംഭവിക്കുക എന്നുള്ളത് നിങ്ങൾ ഇമാജിൻ ചെയ്യുക. ഡിസ്ട്രാക്ഷൻസിൻ്റെ പുറകെ പോകാതിരുന്ന് എന്താണ് സംഭവിക്കുക എന്നുള്ളതും ഇമാജിൻ ചെയ്യുക. അപ്പോൾ രണ്ടും നിങ്ങൾ നിങ്ങളുടെ സെൽഫിനെ വെച്ച് ഇമാജിൻ ചെയ്ത് നോക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഇതിൽ ഞാൻ ട്രൈ ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. എനിക്ക് എൻ്റെ റിസൾട്ട് കിട്ടിയ ഞാൻ ട്രൈ ചെയ്ത് എനിക്ക് എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ള കാര്യങ്ങളും പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ പോയിൻറ്റ്സ് ഞാനിതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ.